ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന കപ്പ ബിരിയാണിയാണ്. അത് ഞങ്ങളുടെ കൊല്ലക്കാരുടെ സ്റ്റൈലിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് കണ്ടാലോ. എന്നും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ വളരെ വിലപ്പെട്ടതാണ് കൂട്ടുകാരെ. കപ്പ ബിരിയാണിക്ക് വേണ്ടി ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ബീഫാണ്. നമ്മളിപ്പോൾ ഒരു 1/2 കിലോ ബീഫ് എല്ലോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും നമുക്ക്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നമ്മൾ വെളുത്തുള്ളിയാണ് പൊടിയായിട്ട് അരിഞ്ഞത്. അതിട്ട് നമ്മൾ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞത്, അത് ഇട്ട് കൊടുക്കും. ഇനി കുറച്ച് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ചെറിയ സവാള നീളത്തിലരിഞ്ഞാൽ അതും കൂടി ഇട്ട് കൊടുക്കും. ഒരു 10-30 ചെറിയ ഉള്ളി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതൊന്ന് ബ്രൗൺ കളറായി കിട്ടണം. അപ്പോൾ നമുക്ക് ആ ഉള്ളിലേക്ക് ഒന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്, പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഉള്ളിലേക്ക് ഒന്ന് ബ്രൗൺ കളറായി നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, സ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതെല്ലാം നല്ലോണം ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്കറിനനുസരിച്ചുള്ള വിസിലടുപ്പിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ബീഫ് വെന്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളൊരു പാൻ വെച്ച് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഞാൻ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ നല്ലോണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ബീഫ് വേറൊരു പാത്രത്തിലിട്ട് വെച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ കുക്കറിനകത്ത് പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തൊരു 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടത് പറഞ്ഞാൽ നമ്മളെ കപ്പയാണ്. നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് നല്ലോണം വേവിച്ച് വെച്ച കപ്പ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നിരത്താം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട്, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഞാൻ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിൻ്റെ മേളിൽ ഇടുന്നുണ്ട്. ഇതും കൂടി ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. കപ്പയും ബീഫ് എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരും. ഇപ്പോൾ കൂടെ ഇതാ അടിപൊളിയായിട്ടാണ് നമ്മളിതാ ഇവിടെ കപ്പ ബിരിയാണി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾ ചെയ്തത് നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ നല്ല കിടുക്കാച്ചിയാണ്. ഒരു കട്ടൻ ചായയോ ഒരു ലെമൺ ജ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതേപോലെ നല്ലൊരു വീഡിയോ വീണ്ടും വരാൻ കൂട്ടാതെ.